ബലിപെരുന്നാൾ ആഘോഷിച്ച് കുവൈറ്റിലെ വിശ്വാസികൾ. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന ഈദ്ഗാഹുകൾ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷമില്ലാതെയാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വിശ്വാസികൾ കൊണ്ടാടിയത്. പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി പതിനായിരങ്ങൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ വിശ്വാസത്തിന്റെ തീവ്രത തെളിയിച്ച പ്രവാചകൻ ഇബ്രാഹിമിന്റെ പാത പിന്തുടരുവാൻ കുത്തുബയിൽ പ്രഭാഷകർ ആഹ്വാനം ചെയ്തു. മംഗഫിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിന്റെ വേദനയിലാണ് കുവൈത്ത് പെരുന്നാളിനെ വരവേൽക്കുന്നത്. തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് വേണ്ടിയും ഫലസ്തീനു വേണ്ടിയും പ്രാർത്ഥനകൾ നടന്നു. 6 ഗവർണറേറ്റുകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലും 54 ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. കാലത്ത് 5:03 നമസ്കാരം. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ കേന്ദ്രത്തിലും പ്രാർത്ഥനക്കായി എത്തിയത്. പെരുന്നാൾ കുത്തുബക്ക് ശേഷം ആളുകൾ പരസ്പരം സ്നേഹം പങ്കിട്ടു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, കേരള ഇസ്ലാഹി സെന്റർ തുടങ്ങിയ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദുരന്ത പശ്ചാത്തലത്തിൽ മലയാളി സംഘടനകൾ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. പെരുന്നാൾ ദിനത്തിൽ രാജ്യത്തെ ഖബർസ്ഥാനുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഉറ്റവരുടെ ഖബർ സന്ദർശനത്തിനായി പലരും അങ്ങോട്ടേക്ക് നീങ്ങി. മൃഗങ്ങളെ ബലിയർക്കുന്ന കർമ്മത്തിലും പലരും പങ്കാളികളായി. സ്വദേശികൾക്കും പ്രവാസികൾക്കും കഴിഞ്ഞ ദിവസം അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ജാബർ സബ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നിരുന്നു. കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് ഹമദ് മുബാറക് സബാഹും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് സബാഹും സ്വദേശികൾക്കും വിദേശികൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.